ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്ന് നമ്മൾ പെരുന്നാളായിട്ട് വെറുതെ ഒരു ഔട്ടിങ് ഇറങ്ങിയതാണ്. ഇൻഷാ അല്ലാഹ് അയ്യൂബ് നബിൻ്റെ ഖബർസ്ഥാനിൽ പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ജബൽ അയ്യൂബ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ സെഷൻ സ്ക്രീനിൽ കുടിക്കാൻ വയ്യ. ഒരു പാർക്കിൽ നിന്ന് എന്തെങ്കിലും ഡ്രിങ്ക്സ് എന്തെങ്കിലും കഴിച്ചിട്ട് മെല്ലെ നമ്മൾ വിളിച്ചിട്ടൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും നാട്ടിലേക്ക് ഒന്ന് വിളിക്കാനുണ്ട്. അമ്മക്കും എന്റെ വീട്ടിലും ഉക്കാന്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിക്കാണ്ട്. അതൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് ഓക്കെ സെഷൻ സ്ക്രീനിൽ ഗൈസ് അങ്ങനെ ഞങ്ങള് വീട്ടിലേക്കൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്ത് എല്ലാവരോടും ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് അതും ഞങ്ങൾ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടാ. അങ്ങനെ പാർക്കിൽ നല്ല വെയിലാണ് ഗൈസ്. മരത്തിൻ്റെ അടിയിൽ തണലൊക്കെ ഉണ്ട്, എന്നാലും ഭയങ്കരമായിട്ട് ചൂടെടുത്തിട്ടൊരു ശ്വാസം മുട്ട് പോലെ ഫീലാവും. അത്രയ്ക്ക് നല്ല ചൂടുണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇനിയിപ്പോൾ ഉച്ചയായില്ല, അപ്പോൾ വിചാരിച്ച് ഫുഡ് കഴിക്കാൻ പോവാന്ന്. അപ്പം ഇനിയിപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുള്ളൂ. നമ്മളെന്താ കഴിക്കാ? മലയാളികളെ ഫുഡ് കഴിക്കാണ്. സ്പെഷ്യൽ ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളി ബിരിയാണി, ദം ബിരിയാണി. അങ്ങനെ ഗൈസ് നമ്മള് പാർക്കിൽ നിന്ന് ഫാമിലിക്കൊക്കെ വിളിച്ച് കോളൊക്കെ ചെയ്ത് എല്ലാവരോടും സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ നമ്മള് ജബൽ ഇട്ടിന് വഴി തന്നെ നേരെ ജബൽ നമ്മളെ അയ്യൂബ് നബിന്റെ ഖബർസ്ഥാനിലേക്ക് പോകുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ നിങ്ങളെ കാണിച്ചു തരും. ജബൽ സ്റ്റാർട്ടായി. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അറിയിക്കാം, വിശേഷങ്ങളൊക്കെ കാണിക്കാം. അയ്യൂബ് നബിന്റെ ഖബർ നിങ്ങളെ കാണിക്കാം. എങ്ങനെയുണ്ട് മൗണ്ടൻസ്? ഏതാ ഫീലിങ്ങിലെ വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല മഴക്കാറുണ്ട് ഗൈസ്, മഴക്ക് ചാൻസ് ഉണ്ട്. ഇനി അവിടെ സ്റ്റോപ്പ് ആവുള്ളൂ ഗൈസ്. ഞങ്ങളങ്ങനെ അയ്യൂബ് നബിയുടെ ഖബർസ്ഥാനിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഞാൻ അവിടെ പോയിട്ട് ബാക്കി കാണാം. ഇതല്ലേ ഈ കാണുന്നതല്ലൊക്കെ എന്താട്ടോ ഗൈസ് അയ്യൂബ് നബിയുടെ ഖബർ തന്നെ തോന്നുന്നു ഗൈസ്. ഇതാണ് അയ്യൂബ് നബിയുടെ കാലിൻ്റെ അടയാളം. പിന്നെ ഞങ്ങളിത് വോയിസ് ഓവർ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട് അയ്യൂബ് നബിയുടെ ഖബർ കാണാനും സിയാറത്ത് ചെയ്യാനൊക്കെ. ഇതാ കാലടയാളത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഖബറും വരുന്നത്. പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ ദുആ ചെയ്യണമൊക്കെ ഉണ്ട്. പിന്നെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്കാക്ക് അകത്ത് കയറി. അങ്ങനെ അപ്പോഴൊക്കെ ഞാൻ ചെറുതായിട്ട് വീഡിയോ എടുത്തുള്ളൂ. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെ. എല്ലാവരും കുറച്ചൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. ഞങ്ങളും അധികമൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇപ്പോൾ അയ്യൂബ് നബിന്റെ ഖബർസ്ഥാനിൽ ഇറങ്ങി. അവിടെ ജാതി മത ഭേദമില്ലാണ്ട് മനുഷ്യർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഒന്നുമില്ല, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എല്ലാവരും വന്ന് ഇരിക്കുന്നുണ്ട്. കാരണം അവിടെ കൂടുതൽ സമാധാനമാണ് ഗൈസ്, ഭയങ്കര പീസ്ഫുൾ എന്ന് വെച്ചാൽ നിങ്ങൾ ആരാണെങ്കിലും വീഡിയോ കാണുന്നിട്ട് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ വരാൻ പറ്റേണ്ട എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം പീസാണ് ഗൈസ്. അത്രത്തോളം പീസാണ്. അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പോലും അധികം ടൈം കിട്ടിയില്ല, കാരണം വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല. അവിടെ ഇരിക്കുമ്പോൾ ഇരുന്ന് പോകുന്നു. എല്ലാ മതസ്ഥരും എല്ലാവരും വന്നിട്ട് ഇരുന്ന് പോകുന്നു. അത് എന്തുകൊണ്ടാണെന്നറിയില്ല,
എന്താ വെച്ചാൽ അവിടെ മൂപ്പരൊരു കറാമത്ത് കൊണ്ടാവും ചിലപ്പോ അവിടെ ഭയങ്കര പീസ്. ഇത്രയും ചൂടുള്ള ഒരു രാജ്യത്ത് ഇത്രയും മുകളിൽ നമ്മൾ വന്നിട്ട് അവിടുത്തെ ആ വെള്ളത്തിന് തന്നെ എന്താ അങ്ങനെ ഒരു വെരി ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ മോനും അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എന്റെ ബേബിക്ക് ഒരു ഭാഗ്യം കിട്ടിയ എന്താ വെച്ചാൽ അയ്യൂബ് നബിന്റെ ഖബർസ്ഥാനിൽ ഒരു ചുംബനം കൊടുക്കാൻ പറ്റി. എനിക്ക് നമ്മൾ വീഡിയോയിൽ അയ്യൂബ് നബിന്റെ ഫുട് പ്രിന്റും പിന്നെ അയ്യൂബ് നബി ഉറങ്ങുന്ന മണ്ണും ഖബർസ്ഥാനെല്ലാം ചെറുതായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇടാക്കിയിട്ട് ഇൻഷാല്ലാ. അപ്പോൾ വീഡിയോ അയ്യൂബ് നബിന്റെ ഖബർസ്ഥാനിലേക്ക് പോകുന്ന വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത സ്ഥലത്ത് പിടിക്കാം. അപ്പോ ചുറ്റു ഇവിടെ വരൂ.